ഇന്ന് ABC-യിൽ നമുക്കൊരു പുതിയ അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. ബാലസംഘത്തിലൂടെ പൊതുരംഗത്തേക്ക് വരികയും SFIയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ദേശീയതയുടെ പക്ഷത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഗോകുൽ ഗോപിനാഥ്. നമസ്കാരം ഗോകുൽ. നമസ്കാരം. സ്വാഗതം. ഗോകുലിന് ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഗോകുലിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു BJPയിൽ യുവമോർച്ചയിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ എത്തേണ്ടടുത്ത് എത്തി, ഏത് വഴി പോയാലും എത്തിയല്ലേ കഴിയുള്ളൂ. ഒന്നാമത് മാനസികമായിട്ട് നമുക്ക് തരുന്ന ഒരു സന്തോഷവും ഒരു സ്വാതന്ത്ര്യവും ഈ എന്താ പറയാ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. അതെ, നമ്മളെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കാനും നമ്മുടെ നൈപുണ്യങ്ങളും നമ്മുടെ പ്രാപ്തിയും പ്രയോജനപ്പെടുത്താനും കഴിയും. കാരണം ചട്ടം പഠിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഒരു കളരിയല്ലല്ലോ. സ്വാതന്ത്ര്യമുണ്ട്. അത് രാജ്യത്തിനും പാർട്ടിക്കും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യവും. അങ്ങനെ പ്രയോജനപ്പെടുത്താനുള്ള വേദി തരിക എന്നുള്ളതാണ് പാർട്ടിയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സംതൃപ്തനാണ്. അതെ, ആയിക്കോട്ടെ. എൻ്റെ ചോദ്യം, നമ്മുടെ ഈ കേരളം പൊതുവേ നമുക്ക് കേരളത്തെക്കുറിച്ച് നമ്മൾ നമ്പർ 1 ആണ്, നമ്മൾ ഈ രാജ്യത്തിന് മൊത്തം മാതൃകയാണ് പല കാര്യങ്ങളിലും എന്നൊക്കെ നമ്മൾ വാഴ്ത്തിപ്പാടാറുണ്ട്. ഈ കേരളം എന്ന് കേട്ടാൽ അറിയാലോ, പഴയ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ദേശീയതയോട് മുഖം തിരിക്കുന്ന ഒരു രീതിയിലാണ് കേരളം പോകുന്നത് എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്നൊരു സംഭവം, കൊല്ലത്ത് ശാസ്താംകോട്ടയ്ക്കടുത്ത് മുതുവിലാക്കാട് ക്ഷേത്രത്തിൽ അവിടെ അത്തപ്പൂക്കളം ഇട്ടപ്പോൾ അറിയാമല്ലോ ആ സംഭവം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കളം തീർത്തു. അതിനെതിരെ രംഗത്ത് വന്നത് ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും പിന്നെ കുറച്ച് പോലീസുകാരും. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ അതിനെ എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് BJPയോടുള്ള ഒരു വിരോധം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് എന്ന് കരുതാം. അതിനൊരു ന്യായമെങ്കിലും ഉണ്ട്. പക്ഷെ ഈ പോലീസ് ഇങ്ങനെ രംഗത്ത് വരുന്നത് നമുക്ക് ന്യായീകരിക്കാനാകുന്നില്ല. കാരണം അവർ നമ്മുടെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടതാണ്. സർവോപരി ദേശീയതയുടെ പതാകവാഹകരും കൂടിയാണ്. അങ്ങനെയുള്ള പോലീസുകാർ ഇത്തരത്തിൽ പെരുമാറുന്നത് ഞെട്ടിക്കുന്നു. എന്താണ് ഗോകുലിന്റെ അഭിപ്രായം? ഈ ശാസ്താംകോട്ട നടന്ന വിഷയം അതൊരു പ്രതീകമാണ്. ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമായി മാത്രം നമ്മൾ കണ്ടാൽ മതി. കേരളത്തില് ഇടതുപക്ഷ സർക്കാരിനും വിശേഷ CPM-നും കേരളത്തില് BJPയും ദേശീയ രാഷ്ട്രീയവും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യം വല്ലാണ്ട് വളർന്നു വരികയാണ്. അതിന് എന്താ പറയാ, അത് സ്വാഭാവികമായി വളരുകയും BJP രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അതിന് കുറച്ച് വെള്ളവും വളവും നൽകി അതിന് കൂടുതൽ വളരുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് ആ ഒരു ഭയപ്പാട് അവർക്കുണ്ട്. കാരണം ജനങ്ങൾക്ക് ഈ രണ്ട് മുന്നണികളെയും രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും കോൺഗ്രസിനെയും CPM-നെയും മടുത്തിട്ടുണ്ട്. അപ്പൊ അവർ മൂന്നാമത്തെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കാണുന്നത് BJP-യാണ്. ഇവിടെ കേരളത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന്, വിശേഷാൽ BJP രാഷ്ട്രീയത്തിന് വല്ലാണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ദൃഷ്ടാന്തമാണ് ഈ പറയുന്ന ദേശീയ ബിംബങ്ങളോട്, ദേശീയമായിട്ടുള്ള വാക്കുകളോട്, രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ഉയർത്തുന്ന ഇടപെടലുകളോട്, സൈനിക നീക്കങ്ങളോട് പൊതുവിൽ CPM എവിടെയെല്ലാം അതിനെ എതിർക്കാൻ കഴിയുമോ അവിടെയെല്ലാം ആ വേദികളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർക്കുന്നതിന്റെ ഒരു തെളിവാണ് ഈ പറയുന്ന ശാസ്താംകോട്ട പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഈ ഹീനമായിട്ടുള്ള നടപടി. നിങ്ങൾ നോക്കൂ, പോലീസിന്റെ കാര്യം ചോദിച്ചു. ഈ പോലീസുകാരെല്ലാം കുഴപ്പക്കാരോ പോലീസുകാരെല്ലാം മോശക്കാരോ ആണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ അവിടുത്തെ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ, BJPയുടെ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർമ്മയുണ്ടാവും. കേരളത്തിലെ പോലീസിനകത്ത് പകുതിയിൽ കൂടുതൽ BJP അനുകൂല അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിനെ സ്നേഹിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം വളർന്നു വരുന്നുണ്ട്. അപ്പോ അതിൻ്റെ ഒരു ചൊരുക്കുകൂടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ പ്രബലരായിരുന്ന അസോസിയേഷനുകൾ, ജില്ലാ അസോസിയേഷനുകൾ, സംസ്ഥാന പോലീസ് അസോസിയേഷനുകളെല്ലാം അധികാരം കയ്യിലിരുന്ന CPM കോൺഗ്രസ് അനുകൂല പോലീസ് സംവിധാനം ഇതിനെ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ BJP അനുകൂല രാഷ്ട്രീയത്തിന്റെ ഒരു കടന്നുവരവ് പോലീസിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ജനങ്ങളാണല്ലോ പോലീസുകാരും. അപ്പൊ അതിന്റെ ഒരു ചൊരുക്ക് കൂടിയുണ്ട്.
പിന്നെ ഇവിടെ നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കുക, ആ അത്തപ്പൂക്കളം ഇട്ടിട്ടുള്ളത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രാദേശികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു തർക്കം ഉണ്ടാകാതിരിക്കാൻ പോലീസ് CI അവിടെ SHO തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പിന്നെ ഒരു വിഷയമായി മാറുന്നത്? അപ്പൊ അതൊരു രാഷ്ട്രീയ നീക്കമാണ്. അവിടുത്തെ ഇപ്പോ ഒരു സൈനികൻ, ഒരു വിമുക്ത ഭടൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരാണ് അതിട്ടത്. ഓപ്പറേഷൻ സിന്ദൂർ സ്വാഭാവികമായിട്ട് രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു അവസരം. അതെ, ഈ ഓണം നമ്മുടെ ദേശീയോത്സവമാണല്ലോ. ഇപ്പൊ ഓണത്തിന്റെ കഥയും ഐതിഹ്യവും ഒക്കെ തന്നെ ഈ പറയുന്ന ഉയർത്തെണീപ്പിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും വളർച്ചയുടെയും ഒക്കെയാണ്. അപ്പോ നമ്മുടെ രാജ്യത്ത് പഹൽഗാമിൽ നമുക്കറിയാം, ആ വിഷയം കൃത്യമായിട്ട് അറിയാലോ. പഹൽഗാമിൽ നമ്മൾ ആക്രമിക്കപ്പെടുന്നു, രാജ്യത്തിന്റെ ആഭ്യന്തര സംവിധാനത്തിനകത്ത് വന്ന് നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ സഹോദരങ്ങളെ എല്ലാം കൊന്നുകളയുന്നു. നിങ്ങൾ ഖലീമ ചൊല്ലണമെന്ന് പറയുന്നു. ഖലീമ ചൊല്ലാൻ പറ്റാത്ത ആൾക്കാരെ എല്ലാം നിങ്ങൾ അമുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ കൊന്നുതള്ളുന്നു. അങ്ങനെ കൊന്നുതള്ളുമ്പോൾ ആരുടെ മുമ്പിലാണ് കൊന്നുതള്ളിയത്? ഈ നാട്ടിലെ സഹോദരിമാരുടെ, അമ്മമാരുടെ, കൂടപ്പിറപ്പുകളുടെ മുമ്പിലാണ്. അവരുടെ സിന്ദൂരങ്ങളാണ് മായ്ച്ചത്, അവരുടെ കെട്ടുതാലികളാണ് അറുത്ത് കളഞ്ഞത്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനാണ് ഓപ്പറേഷൻ സിന്ദൂർ. മായ്ക്കപ്പെട്ട സിന്ദൂരങ്ങൾക്ക് പകരം ആ സിന്ദൂരത്തിന്റെ പേരിട്ടുകൊണ്ട് തന്നെ മറുപടി കൊടുത്തത്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ ദേശീയമായിട്ടുള്ള ചിഹ്നത്തെ, ദേശീയമായ ഈ ബോധത്തെ, ആത്മാഭിമാനത്തെ, പ്രതിരോധത്തെ അവർക്ക് ഇങ്ങനെ ചോദ്യം ചെയ്യാനും അതിനെ ഇല്ലാതാക്കാനും? അവിടെ പോലീസ് ബൂട്ട്സ് കൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെട്ടത് പൂക്കൾ മാത്രമല്ലല്ലോ, ഈ ദേശീയത കൂടിയാണ്. ദേശീയത എന്ന വികാരം കൂടിയാണ് അവിടെ. അതെ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് നിരന്തരമായി ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ, പിന്നീട് അവർ പറയുന്നത് ആ കാവിക്കൊടി ആ പൂക്കളത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെയാണ് എൻ്റെ ചോദ്യം ഒന്നുകൂടി പ്രസക്തമാകുന്നത്. ഈ പോലീസിൽ നമുക്കറിയാം, നേരത്തെ പച്ച വെളിച്ചം എന്നൊരു വിഭാഗം, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളായ പോലീസുകാരെ നിരീക്ഷിക്കണമെന്ന് ഒരു വ്യാജ നിർദ്ദേശം, വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഒരു ഇമെയിൽ, അതിന്റെ വിവാദം നമുക്കറിയാം. ബിജു സലീം എന്ന് പറയുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, SIO CIO ആണ് ആ റാങ്കിൽ. പിന്നീട് ആ ആളിനെ പുറത്താക്കി, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് പുറത്താക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരള പോലീസിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അങ്ങനെ ദേശവിരുദ്ധമായ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു ഗൂഢശ്രമം എവിടെയോ നടക്കുന്നു. അതിനനുസരിച്ച് അവരുടെ ചരടുവലികൾക്കനുസരിച്ച് കേരള പോലീസ് നീങ്ങുന്നു എന്നാണോ ഈ സംഭവം സൂചിപ്പിക്കുന്നത്? അല്ല, ഇത് കേരള പോലീസ് എല്ലാ കാലത്തും ഈ പറയുന്ന രീതിയിലേക്കുള്ള വൈരുദ്ധ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ പക്ഷെ ഈ വിഷയങ്ങൾ നമ്മൾ ചേർത്ത് വെക്കേണ്ടത്, കേരള പോലീസ് എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുമല്ലോ, ആനയ്ക്ക് മതമിളകിയാൽ നമുക്ക് തിളയ്ക്കാൻ കഴിയും, പക്ഷെ ചങ്ങലയ്ക്ക് മതമിളകിയാൽ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഇവിടെ സർക്കാരിന് മതമിളകി നിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിനൊരു മന്ത്രിയില്ല, മുഖ്യമന്ത്രിക്ക് 2 ഡസനിലധികം വകുപ്പുകൾ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നതെല്ലാം സങ്കുചിതമായ രാഷ്ട്രീയ മത താല്പര്യങ്ങളുള്ള CPM-നകത്തെയും മുഖ്യമന്ത്രി ഓഫീസിലെയും ആളുകളാണ്. അപ്പോൾ അവർക്ക് പോലീസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായി മാറുന്ന രീതിയിലേക്ക് പോലീസ് പോവുകയാണ്. അതിന്റെ നമ്മൾ ഈ വിഷയത്തോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നിരന്തരമായ കസ്റ്റഡി ആക്രമണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങളെല്ലാം കാണുന്നത്. അപ്പൊ ഇതിനെ നിയന്ത്രിക്കാൻ ആളില്ല. ഇപ്പോ ആ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ ആ പയ്യൻ ആക്രമിക്കപ്പെട്ടതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ശിക്ഷിക്കപ്പെടുന്നത്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും SFI നേതാക്കളും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ ചെപ്പാക്കുറ്റി അടിച്ചു പൊട്ടിക്കുകയാണ്. SFI നേതാവിനെ അടിച്ച് ആക്രമിച്ച 6 മാസം അയാള് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അപ്പോൾ ആർക്കും രക്ഷയില്ല, ആർക്കും രക്ഷയില്ലാത്തത് ഒരു വഴിക്ക്. പക്ഷെ അമ്പലങ്ങൾ ബോധപൂർവമായി CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ പല രീതിയിലും ഈ അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കൈയേറുന്നുണ്ട്. നമ്മുടെ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ CPM അനുകൂലമായിട്ടുള്ള ഒരു ഉപദേശക സമിതിയാണുള്ളത്. അപ്പോൾ അവർക്ക് അമ്പലങ്ങൾ അവർ വിചാരിക്കുന്നത് അമ്പലങ്ങളുടെ ഭരണസമിതി പിടിച്ചാൽ, ഉപദേശക സമിതി പിടിച്ചാൽ, അതിന്റെ പ്രസിഡന്റ് ആയാൽ, അതിന്റെ സെക്രട്ടറി ആയാൽ വിശ്വാസികളെല്ലാം അവർക്കൊപ്പം നിൽക്കും എന്നൊരു ധാരണയാണ്. തെറ്റായ ധാരണ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയില്ല. അമ്പലങ്ങൾ പക്ഷെ അമ്പലങ്ങൾ സംരക്ഷിക്കപ്പെടണം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനിപ്പോ
അയ്യപ്പ സംഗമങ്ങൾ നടത്തിക്കൊണ്ട് സംരക്ഷിക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഏറ്റവും ഒടുവിലെ വാർത്ത അതാണല്ലോ, അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങ് ക്ഷേത്രത്തെ സംരക്ഷിച്ചു കൊള്ളാം. അപ്പോ അയ്യപ്പനെയും വിശ്വാസങ്ങളെയും അമ്പലങ്ങളെയും എല്ലാം ഒരു കച്ചവട ചരക്കാക്കി മാറ്റുക, വോട്ട് ബാങ്ക് ആക്കി മാറ്റുക, വോട്ടിനുള്ള ഉപാധിയാക്കി മാറ്റുക. പക്ഷെ ഞങ്ങൾക്ക് അതിനൊന്നും അങ്ങനെ ഒരു ഉപാധിയാക്കേണ്ട ആവശ്യമില്ല. ജനം ഞങ്ങൾക്കൊപ്പമുണ്ട്, ഭഗവാൻ കൃഷ്ണൻ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഭഗവാൻ അയ്യപ്പൻ ഞങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങൾക്ക് കേവലം ഗിമ്മിക്കുകളൊന്നും കാണിക്കാൻ അതിന്റെ ആവശ്യമില്ല. ഭഗവാനും ജനങ്ങളും ഞങ്ങൾക്ക് വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഒരു വശത്ത് അതിന്റെ പവിത്രതയോടെ നടക്കും. ഇപ്പോഴത്തെ രാഷ്ട്രീയം ഈ പറഞ്ഞതുപോലെ പോലീസിനെ നിയന്ത്രിക്കാൻ CPM-ന് സാധിക്കുന്നില്ല. നമ്മൾ പണ്ടൊക്കെ കേൾക്കുമായിരുന്നത് സെൽ ഭരണം എന്നാണ്. ഒരു സ്റ്റേഷൻ ഭരിക്കുന്നത് അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു സെൽ ഭരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതുമൊക്കെ കടന്ന് ആ സെൽ ഭരണത്തിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് കേരളത്തിലെ പോലീസ് പോയിരിക്കുന്നതാണ്. ഒരു ഘട്ടം വരെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വികേന്ദ്രീകരിച്ച് ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഭരിച്ചുകൊണ്ടിരുന്ന കാലമാണ് ഈ LDF ഭരണങ്ങളിൽ, CPM ഭരണത്തിലെല്ലാം കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പൊ കേന്ദ്രീകൃതമാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി ഉൾപ്പെടെയുള്ള ഒരു കോക്കസ് ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അവര് പറയുന്നവരാണ് SHO-മാരായി വരുന്നത്, അവര് പറയുന്നവരാണ് DYSP-മാർ, SP-മാർ, ASCP-മാർ, എല്ലാം അവരുടെ ഇഷ്ടമൊക്കെ. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അങ്ങനെയാണ്. അപ്പൊ പോലീസുകാർക്ക് തന്നെ അതിൽ അതൃപ്തിയുണ്ട്. നേരത്തെ പാർട്ടിക്ക് താല്പര്യമുള്ള ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഈ കോക്കസിന് താല്പര്യമുള്ള ഈ കോക്കസിന് വേണ്ടി ഈ കോക്കസിന്റെ ഔട്ട്റീച്ച് നടത്തുന്ന മുതലാളിമാരുണ്ട്, കോർപ്പറേറ്റുകളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ മതസാമുദായികമായിട്ടുള്ള ആളുകളുണ്ട്, നേതാക്കളുണ്ട്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ വെച്ചു കൊടുക്കും. ഈ ശാസ്താംകോട്ടയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത് അത് തന്നെയായിരിക്കും. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള മതവികാരങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവിടെ പോലീസുകാരെ അപ്പോയിന്റ് ഉണ്ടാവും. അല്ലാതെ എങ്ങനെയാണ് ഒരു അത്തപ്പൂക്കളം ഒരു പ്രതിസന്ധിയും പ്രശ്നവുമായിട്ട് അവിടെ മാറുന്നത്? ദേശീയ തലത്തിൽ അതെ, അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടണമല്ലോ. ദേശീയതയെ ചവിട്ടിയരക്കുകയാണ് കേരള പോലീസ്, ദേശീയതയെ ഇല്ലാതാക്കുകയാണ്. ഇന്നലെ തന്നെ യുവമോർച്ച ഞങ്ങൾ അവിടെ സെക്രട്ടറിന്റെ മുമ്പിൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അത്തപ്പൂക്കളം ഇട്ടു. ഞങ്ങൾ അവിടെ മാറി സെക്കൻഡുകൾക്കുള്ളിൽ പോലീസ് അതിനെ ഈ പറയുന്ന വരുൺ ഉപയോഗിച്ചുകൊണ്ട്, ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുകയാണ്. അപ്പൊ അത്ര അസഹിഷ്ണുതയോടുകൂടിയാണ് പോലീസ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പ്രവർത്തിക്കുന്നത്. എനിക്കൊന്ന് പട്ടാളത്തിനോടും ഈ സൈന്യത്തോടും എന്തോ ഒരു വിരുദ്ധത ഈ പോലീസിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഇനി ഇവരുടെ ആരെങ്കിലും ഒക്കെ കൊന്നുകളഞ്ഞതിന്റെ ഭാഗമായിട്ടാണോ, വേണ്ടപ്പെട്ടവരെ കൊന്നുകളഞ്ഞതിന്റെ ഭാഗമായിട്ടാണോ ഈ വിരുദ്ധത എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ ഒരു നുഴഞ്ഞു കയറ്റം, എന്തൊക്കെയോ ഒരു നിറം മാറ്റം നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊന്നും നമുക്ക് അങ്ങനെ കണ്ണടച്ച് വിട്ടുകളയാൻ വേണ്ടി പറ്റില്ലല്ലോ. നമ്മുടെ സുരക്ഷയും നമ്മുടെ നാടിന് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു സേനയാണ് കേരള പോലീസ്. 63,000-ഓളം സേനാംഗങ്ങളുണ്ട്. എല്ലാവരും കുഴപ്പക്കാരല്ല. പക്ഷേ ആ കുഴപ്പക്കാരല്ലാത്തവരെ കൂടി ജനങ്ങൾക്കിടയിൽ മോശമാക്കുന്ന രീതിയിലേക്കുള്ള സമീപനമാണ് ഈ പച്ച വെളിച്ചങ്ങൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ കേരളത്തിൽ സ്വീകരിക്കുന്നത്. അതിന് പ്രത്യക്ഷമായിട്ടുള്ള അനുവാദം CM-ന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഇവരൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.